സാധാരണ ഭീകരരെയോ അല്ലെങ്കിൽ പ്രമാദമായ കേസുകളിലെ കൊടും കുറ്റവാളികളെയോ ഒക്കെയാണ് ഇത്തരത്തിൽ മുഖമറച്ച് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി നേതാക്കളെ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇല്ല. ആ SHOയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അയാൾ ഈ രാജ്യത്തൊന്നും അല്ല ജീവിക്കുന്നത്. കാരണം അയാളെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അയാൾ നേരത്തെ കുന്നംകുളത്തെ SHO ആയിരുന്നു എന്ന് പറയുന്നു. അയാളുടെ കീഴിലായിരുന്ന SIയും പോലീസുകാരും അവിടുത്തെ കുന്നംകുളത്ത് കൊണ്ടുവന്ന് ശുചിത്വ നായ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അയാളെ മർദ്ദിച്ച സമയം അത് ഇന്ന് വരെ ആരും പുറത്തോട്ട് പറഞ്ഞില്ല. SIയും പോലീസുകാരും മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു SHO ഉണ്ടാവണമല്ലോ. ആരായിരുന്നു SHO? ഈ മാന്യനാണ് അന്ന് അവിടുത്തെ SHO എന്ന് പറയുന്നു. ഷാജഹാൻ എന്നയാൾ കുന്നംകുളത്ത് നിന്നാണ് ട്രാൻസ്ഫറായി വടക്കാഞ്ചേരി വന്നത്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷനെ പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. അറിയപ്പെടുന്ന കോളേജിലെ KSU പ്രവർത്തകരാണ്. മറ്റ് എതിർകക്ഷികൾ അല്ലെങ്കിൽ വാദിയായിട്ട് വന്നത് SFIക്കാരാണ്. രണ്ടു കൂട്ടരും അറിയുന്ന വ്യക്തികളാണ്. അവരുടെ പേരെല്ലാം FIRനകത്ത് പറയുകയും ചെയ്തിരിക്കുന്നു.